തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ബംഗ്ലാദേശിൽ കനത്ത ആക്രമണം തുടങ്ങിയിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയുള്ള ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു നേതാവിനെ വെടിവെച്ച് കൊന്നു. അജ്ഞാതനാണ് വെടിവെച്ച് കൊന്നത്. ഈ ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധനായിരുന്നു. അവനെ വെടിവെച്ച് പടമാക്കിയ ശേഷം അവിടെ വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയാണ്. എന്നാലും യൂനസ് അവിടെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇപ്പോഴിതാ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിനും ഒരു ഹിന്ദു യുവാവിനെ മർദ്ദിച്ച് ചുട്ടുകൊന്നതിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആക്രമണവും തീവയ്പും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ പ്രതിഷേധക്കാർ മാധ്യമ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, നേതാക്കളുടെ വസതികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എന്നിവ ആക്രമിക്കുകയും തീയിടുകയും ചെയ്യുന്നു. ഭീകരമായിട്ടുള്ള ആക്രമണം ആരംഭിച്ചതിനു ശേഷം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് ഒരു പ്രധാന പ്രസ്താവന ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആക്രമണം വർദ്ധിക്കുമ്പോൾ സമാധാനം നിലനിർത്താൻ യൂനിസ് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് ആ സംഭവം. അതായത് ആക്രമണം നടക്കുകയാണ്, പക്ഷേ യൂനിസ് ആക്ഷൻ എടുക്കുന്നില്ല, മറിച്ച് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ആക്രമിക്കരുത്, അവരെ കല്ലുകൊണ്ട് ആക്രമിക്കരുത്, അവരെ മടൽ കൊണ്ട് ആക്രമിക്കരുത്, അവരെ ചുറ്റിക കൊണ്ട് തലക്കടിക്കരുത് എന്നൊക്കെയാണ് യൂനിസ് പറയുന്നത്. മൈൻ സിംഗിൽ ഒരു ഹിന്ദു മനുഷ്യനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ശക്തമായി അപലപിക്കുകയും പുതിയ ബംഗ്ലാദേശിൽ അത്തരം ആക്രമണങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അത്രേ. ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്തവരെ ഒരു സാഹചര്യത്തിലും വെറുതെ വിടില്ലെന്ന് സർക്കാരിന് വേണ്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവർ പറഞ്ഞു. രാജ്യത്തെ ജനാധിപത്യ പരിവർത്തന പ്രക്രിയയെ തടസ്സപ്പെടുത്താതിരിക്കാൻ സാമൂഹിക വിരുദ്ധർ പ്രചരിപ്പിക്കുന്ന കുഴപ്പങ്ങൾ, തീവയ്പ്പുകൾ, സ്വത്ത് നശിപ്പിക്കൽ എന്നിവയെ ശക്തമായി എതിർക്കാൻ അധികാരികൾ എല്ലാ പൗരന്മാരോടും അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെയുള്ള സുഡാപ്പികൾ പറയുന്നത് ബംഗ്ലാദേശിൽ ആക്രമണം നടത്തുന്നത് ഇപ്പോഴും ജൂതന്മാരാണ് എന്നാണ്. എന്തായാലും മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണവും യൂനസ് സർക്കാർ ആശങ്കാകുലരാണ് എന്നുള്ള റിപ്പോർട്ടാണ്. അതായത് വെറും ആശങ്ക മാത്രമാണ്. മാധ്യമ പ്രവർത്തകർ പ്രേതവും എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പത്രം ഓഫീസിനകത്ത് 28 മാധ്യമ പ്രവർത്തകരെയും ഇട്ട് ആ പത്രം ഓഫീസ് സമ്പൂർണ്ണമായി സീൽ ചെയ്ത് ആ പത്രം ഓഫീസിന് തീ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നടന്നൊരു വിഷയം എന്ന് പറയുന്നത്. അതിലും ബംഗ്ലാദേശ് യൂനസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.